ഒരു കൈയും 21% മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഹൃദയവും കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചതാണ് എൻ്റെ അങ്കിള് ജയകുമാർ അങ്കിള്. ഞാൻ അങ്കിളിന് വിളിക്കുമെങ്കിലും അങ്കിൾ എൻ്റെ ഗുരുവാണ്. ആൻഡ് അങ്കിള് ഇന്ത്യയിൽ മാത്രം ഒരു 12 ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ലക്ഷ്മി ദൂത. എൻ്റെ അമ്മ ഡോക്ടർ അജിത CS, ഹോമിയോ ഡോക്ടറായിരുന്നു, റിട്ടയർഡ്. ഞങ്ങൾ 3 പേരും ഇന്ത്യയുടെ പല ഭാഗത്ത് കാറിൽ സഞ്ചരിച്ച് മഹാവധൂതം എന്നൊരു പുസ്തകം എഴുതുന്നു. ഈ മഹാവധൂതം എന്നുള്ളത് അവധൂത സങ്കല്പത്തിൽ, അതായത് ഒരു പ്രത്യേക ക്ലാസ് ഓഫ് സെയിൻ്റ് ആണ്. ആ സന്യാസികളെ പറയുന്നത് ശരീരം പോലും പൊടിഞ്ഞു പോയവർ. അങ്ങനെ ഇവർ ലോകത്തിൻ്റെ പല ഭാഗത്ത് പല കാലത്ത് ജീവിച്ചിരുന്ന ഈ തരത്തിലുള്ള സന്യാസികളെ കുറിച്ച് എഴുതുന്ന പുസ്തകത്തിന് വേണ്ടിയായി ഞങ്ങൾ കാറിൽ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ തുടക്കമായി ആദ്യത്തെ 14 രാജ്യത്തിൽ പോയതാണ് ഈ യാത്ര. ഈ യാത്രയെക്കുറിച്ച് പറയണമെങ്കിൽ ആദ്യം അങ്കിളിനെ കുറിച്ച് പറയണം. എൻ്റെ അങ്കിളുടെ ഈ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒടിഞ്ഞിട്ട് 2 പീസായിട്ടുള്ളത്. അങ്കിളിന് സ്വന്തമായിട്ട് ഈ കൈ പൊക്കാൻ പോലും പറ്റില്ല. അതുകൂടാതെ 2019 ഹാർട്ട് ഫെയിലിയറിന് ശേഷം ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്, CRTD എന്ന് പറഞ്ഞിട്ട്. ഈ മെഷീൻ്റെ സഹായത്തോടെ, അതായത് ഒരു ആവറേജ് മനുഷ്യന് 35% കൂടുതൽ കുറവായിട്ട് പമ്പിങ് പോയാൽ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. അങ്കിളിന് ഈ മെഷീൻ വെച്ചിട്ട് കൂടി 21-25% വരുള്ളൂ. ആ പമ്പിങ് വെച്ചിട്ട് ഒറ്റയ്ക്കാണ് ഈ കണ്ട 14 രാജ്യത്തിൽ അങ്കിൾ ഞങ്ങളെ കൊണ്ടുപോയത്. വസുദൈവ കുടുംബകം അല്ലെങ്കിൽ വേൾഡ് ഇസ് വൺ ഫാമിലി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. സോ April 16 ഞങ്ങൾ ഡേറ്റ് ഒക്കെ എടുത്തു. ഓക്കെ, ഇന്ന ദിവസം നമുക്ക് പെരുമ്പാവൂർ ശ്രീസ്വാമി വൈദ്യകുലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഞങ്ങൾ അതുവരെ ഓടിച്ചിരുന്നത് ഒരു ടാറ്റ ഹാരിയറാണ്. ഞങ്ങൾ രണ്ടാമത് ആ വണ്ടീൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ടാറ്റയ്ക്ക് സർവീസ് കിട്ടില്ല. ഇന്ത്യ കഴിഞ്ഞ് പോയാൽ നമുക്ക് സർവീസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ അത് മാനുവൽ വണ്ടി. അപ്പോൾ അങ്കിളിന് ഇവിടെ ഹാർട്ടിന് ഇംപ്ലാന്റ് ഉള്ളത് കാരണം എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗുരുകുലത്തിൽ അവർ നിർബന്ധിച്ച് ഞങ്ങൾക്കൊരു സിട്രോൺ വണ്ടി വാങ്ങി. പക്ഷെ അത് ഡൽഹിയിൽ ഇരിക്കുന്നേ ഉള്ളൂ. യാത്ര വരുന്നത് 16 തീയതി ആണെങ്കിലും 14 തീയതി ആയിട്ട് ഞങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടില്ല. അങ്ങനെ 14 തീയതി ഉച്ചയ്ക്ക് ശേഷം വണ്ടി കിട്ടുവാണ്. പിന്നെ അതിലൊത്തിരി വർക്ക് ചെയ്യാനുണ്ട്, സ്റ്റിക്കർ ചെയ്യാനുണ്ട്, ടയറിൻ്റെ ചേഞ്ച് ചെയ്യാനുണ്ട്. ബിക്കോസ് ഈ ടയർ നോർമൽ ടയർ ഇട്ട് ഹിമാലയൻ ടെറൈൻ പോകാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വേറെ, RC ബുക്ക് ഇല്ല, ഒന്നുമില്ല, ആബ്സല്യൂട്ട്ലി ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു. ആദ്യം നേരെ ഡെലിവറി വാങ്ങിയ ഉടനെ ടയർ ഷോപ്പിൽ പോയി. ഞങ്ങൾക്കൊരു കിരൺ ചേട്ടനുണ്ട് ഇവിടെ, ടയർ ഗുരു. ആ ചേട്ടൻ ഡൽഹിയിൽ നിന്ന് തന്നെ ടയറും വരുത്തിച്ച്, ഇവിടെ കിട്ടാനില്ല ഓൾ ടെറൈൻ ടയർ, അത് വാങ്ങി ടയർ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് രാത്രി പോയി സ്റ്റിക്കർ കമ്പനിയിൽ പോയി സ്റ്റിക്കറിൻ്റെ എല്ലാം ഡിസൈൻ ചെയ്തു. അതിനുശേഷം 16 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി ഒരു പേപ്പറും ഇല്ല. ഞങ്ങൾ നേരെ വിട്ടു ബോംബെയിൽ. സോ നമുക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും കാർനെ പാസുമാണ് വേണ്ടത്. കാർനെ പാസ് എന്ന് പറയുന്നത് കാറിൻ്റെ പാസ്പോർട്ടാണ്. അത് ഏകദേശം 88 രാജ്യങ്ങളിൽ വാലിഡാണ്. നമ്മുടെ കാറിന് ഒരു രാജ്യത്ത് കയറുമ്പോൾ ടെമ്പററി ഇമ്പോർട്ട് ക്ലിയറൻസ് ആണ്. അതിൽ എൻട്രി സീൽ ചെയ്യുക, ഇറങ്ങുമ്പോൾ എക്സിറ്റ് സീൽ ചെയ്യുക. ഓരോ രാജ്യത്തിലും ഓരോ ടൈം കിട്ടും. ചിലപ്പം മിക്കവാറും 1 മാസത്തിനുള്ളിൽ ആ രാജ്യം നമ്മൾ കയറി ഇറങ്ങി പോകണം. അതാണ് എൻ്റെ റൂള്. പക്ഷെ ഇത് കിട്ടാൻ അതിനേക്കാളും പാടാണ്. കാരണം ഒത്തിരി പേപ്പർ വർക്ക് ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമുക്ക് 2 രീതിയിലെടുക്കാം. നമുക്ക് ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ നമ്മുടെ RTO ഓഫീസിൽ പോയി അപ്ലൈ ചെയ്താൽ കിട്ടും. പക്ഷെ അതിന് യൂഷ്വലി ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ്, വിസ, ഇതെല്ലാം കാണിക്കണം. പക്ഷെ നമ്മൾ കാർ വഴി പോകുമ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ്ലി ഇന്ത്യയിൽ ആകെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വേറെ ഓഫീസ് എന്ന് പറയുന്നത് WIAA ആണ്, വെസ്റ്റേൺ ഇന്ത്യ ഓട്ടോമൊബൈൽ അസോസിയേഷൻ. അത് മുംബൈയിലെ നരിമാൻ പോയിന്റിന് അടുത്താണ്. അതൊരു നല്ല രസമുള്ള ഓഫീസാണ്. 100 വർഷം പഴയ ഒരു പുരാതനമായ ബിൽഡിംഗ് ആണ്. അതിൽ ഞങ്ങൾ അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുക്കുക. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നേരിട്ട് വന്ന് ചെയ്യാം. ബിക്കോസ് ഈ ഇമെയിലിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സമയമെടുക്കും. ആ പേപ്പർ ഇങ്ങോട്ട് അയക്കുക, ഈ പേപ്പർ അങ്ങോട്ട് അയക്കുക, അത് നടക്കില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ വന്ന് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അതേസമയം ഈ RC ബുക്ക് കിട്ടിയിട്ടില്ല, വണ്ടീൻ്റെ ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ വണ്ടീൻ്റെ ഇൻഷുറൻസ് ട്രൈ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഓണറിനും പേര് മാറ്റാതെ. ബോംബെ സ്റ്റക്ക് ആയത് കാരണം ഞങ്ങൾക്ക് ബോംബെയിൽ കാണാൻ പറ്റാത്ത കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. ഉദാഹരണത്തിന് ആ സമയത്ത് മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന സമയം, അവിടെ ഫ്ലെമിംഗോസ് വരും. ഫ്ലെമിംഗോസിനെ ഞങ്ങൾ അത് ഇത്രയും പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണെങ്കിലും ഫ്ലെമിംഗോനെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഫ്ലെമിംഗോസിനെ കണ്ടു. പിന്നെ കനേരി കേവ്സ് എന്ന് പറഞ്ഞൊരു കേവ് ഉണ്ട്. അതായത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൻ്റെ അകത്ത്
2nd or 3rd സെഞ്ച്വറിയിൽ ഒരു ബുദ്ധിസ്റ്റ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. ആ കേവിനകത്ത് കുറേ കാർവിങ്സും അവരുടെ പുരാതനമായ കുറേ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അവിടെ പോകാൻ പറ്റി. സോ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഓരോ കാര്യങ്ങൾ ഡിലേ വരുമ്പോൾ ഞങ്ങൾ ആ സമയം ലോക്കൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ടൈം യൂസ് ചെയ്തു. പിന്നെ ലോക്കലി അവിടെ കുറേ റൂയിൻസ് ഉണ്ടായിരുന്നു. ഒരു പോർച്ചുഗീസ് ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറേ സ്ഥലങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്തു. അങ്ങനെ കുറേയൊക്കെ റിനോവേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയി. ഡൽഹിയിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ RC ബുക്ക് കിട്ടാൻ ഒത്തിരി സമയമെടുത്തു. പിന്നെ അവിടെ ഇച്ചിരി പേപ്പർ വർക്കിൻ്റെ ഡിലേ നല്ലപോലെ നടന്നപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു പരിചയത്തിൽ ഒരു ചേച്ചി SOPS എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. SOPS എന്ന് പറഞ്ഞാൽ സെർവൻറ്റ് ഓഫ് പീപ്പിൾ സൊസൈറ്റി. അത് തുടങ്ങിയത് ലാലാ ലജ്പത് റായ. അവിടെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജംഗ്ഷൻ. ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് വേറൊരു നല്ല സൊല്യൂഷൻ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ സത്യബോൾ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹമാണ് ആ ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ചെയർമാനിൻ്റെ പൊസിഷനിലുള്ളത്. ഈ സത്യബോൾ സാറും ഞാനും എളുപ്പം ഭയങ്കര കണക്റ്റായി. എന്താണെന്നറിയില്ല, രാവിലെ എണീറ്റ് സത്യബോൾ സാറിൻ്റെ അടുത്ത് പോകുന്നതെന്ന് ജോലി. അദ്ദേഹം എന്ത് കഥയൊക്കെ പറഞ്ഞു തരും, ഞാൻ അതെല്ലാം കേട്ടോണ്ടിരിക്കും. എല്ലാ ദിവസവും ഇത് തന്നെയാണ്. കാരണം വേറെ ജോലി നടക്കുന്ന ഡിലേ ആകുമ്പം ഡെയിലി സത്യബോൾ ജിയുടെ അടുത്ത് ഒരു 3 മണിക്കൂറെങ്കിലും ഇരിക്കും. അപ്പം അതിനുശേഷം അദ്ദേഹം കുറച്ച് നമ്പേഴ്സൊക്കെ തന്നു. നിങ്ങൾ നേപ്പാളിലൊക്കെ പോകുമ്പോൾ ഈ നമ്പറിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാം കഴിഞ്ഞു, ശരി എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ നേപ്പാൾ ഡയറക്ഷനിൽ പോകുന്നത്. സോ ഡൽഹിയിൽ നിന്ന് നേപ്പാൾ ഇപ്പം വളരെ ഈസിയാണ്. നമുക്ക് UP നേപ്പാൾഗഞ്ച് എന്ന് പറഞ്ഞൊരു ബോർഡറുണ്ട്. 2-3 വഴിയുണ്ട്. ബീഹാറിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കയറിപ്പോകും. അതാണ് ഏറ്റവും കോമൺ വഴി. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഉത്തരാഖണ്ഡിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. ബിക്കോസ് അങ്കിളിന് ഫ്രൂട്ട് ചെടികളിൽ നിന്ന് പറിച്ച് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഫ്രൂട്ട്സ് മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കണം അങ്കിളിനൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ആദ്യം സീതാർഗഞ്ചിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ രാംഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അത് ഉത്തരാഖണ്ഡിലാണ്. അതാണ് ഇന്ത്യയുടെ ഫ്രൂട്ട് ബെൽറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ നമ്മൾ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കാലാവസ്ഥയിൽ ആപ്പിളുണ്ട്, പീച്ചുണ്ട്, പ്ലംസ് ഉണ്ട്, 2 വെറൈറ്റി, വാൾനട്ട് ഉണ്ട്, ആൽമണ്ട് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ അവിടെ തനതായി കിളിക്കുന്ന ഹിസാലു എന്ന് പറഞ്ഞൊരു ബെറിയും കാഫൽ എന്ന് പറഞ്ഞ് മരത്തിലുള്ള വേറൊരു തരം കായുണ്ട്. അത് അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഹിമാലയൻ ബെൽറ്റിൽ. ഇതെല്ലാം കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു, സന്തോഷമായി തിരിച്ചു വന്നു. ഞങ്ങൾ ഈ സീതാർഗഞ്ചിൽ നിന്ന് ബാൻബസ ബോർഡറിൽ കൂടെ നേപ്പാളിൽ കയറുന്നത്. ഈ ബാൻബസ ബോർഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാരും അങ്ങനെ പോവാത്ത വഴിയാണ്. ചില സ്ഥലത്ത് റോഡ് പോലും ഇല്ല. അങ്ങനെ ഈ ബാൻബസ ബോർഡറിൽ കൂടെ ഞങ്ങൾ കയറുക. ഈ കയറുമ്പം ഇതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം നാഷണൽ പാർക്ക് ഏരിയ. ഒരു 2-3 മേലെ ഉണ്ടെങ്കിലേ ഉള്ളൂ. നാഷണൽ പാർക്കാണ് അവിടെ ആ സൈഡ് മുഴുവൻ. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് 40 km/h മേലെ പോകാൻ പാടില്ല. ഞങ്ങൾ ക്രോസ് ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസിൽ നോക്കുവാണ്. ഇനി വണ്ടീൻ്റെ പേപ്പർ കാണിക്കാനുണ്ട്, നമ്മുടെ പാസ്പോർട്ട് കാണിക്കണോ. യൂഷ്വലി ബൈ റോഡ് നമ്മുടെ പാസ്പോർട്ട് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ശരിക്കും ഗ്രാമത്തിലൊക്കെ ഈ പശു കയറാതിരിക്കാൻ ഇങ്ങനെ വേലി പോലെ മുളവടി വെച്ചിങ്ങനെ വെക്കില്ലേ, അങ്ങനത്തെ ഒരു ഓഫീസ്. അപ്പം നമുക്കൊരു തമാശയായിട്ട് തോന്നി, ഇങ്ങനെ ഒരു ഇമിഗ്രേഷൻ ഓഫീസോ. ഞങ്ങൾ നേരെ പോയി നോക്കി. അപ്പോൾ ഇതാണ് ഇമിഗ്രേഷൻ ഓഫീസ് തന്നെയാണ്. പാസ്പോർട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട, പൊക്കോ, കുഴപ്പമില്ല. പിന്നെ കാറിൻ്റെ ഒരു പാസ്പോർട്ട് ഉണ്ട്, അത് ഞങ്ങൾ കണ്ടുപിടിച്ചു, സീൽ ചെയ്ത് പോയി. അവിടെ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് പോയത് കപിലവസ്തുവാണ്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. കപിലവസ്തുവും ലുംബിനിയും ബുദ്ധന്റെ അവിടെ ഫുൾ ബുദ്ധ സർക്യൂട്ടാണ് ഞങ്ങൾ ചെയ്തത്. കപിലവസ്തു എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷെ ആരും പോവാറില്ല. ലുംബിനി എല്ലാവരും പോവും, ഭയങ്കര ടൂറിസ്റ്റിയാണ്. പക്ഷെ ഇതിലെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ കപിലവസ്തുവിലാണ് ആദ്യം പാലസ് ഉണ്ടായിരുന്നതും എൻലൈറ്റ്മെന്റിന് തേടി പോകുന്നതിന് മുന്നേ ശ്രീബുദ്ധൻ ജീവിച്ചിരുന്ന ഇടം കപിലവസ്തു. ലുംബിനി ജനിച്ച സ്ഥലമാണ്, അവിടെ മായാപൂർ. അവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ നേപ്പാളിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസം വരുന്ന ഒരു സ്ഥലമായത് കാരണം അവിടുത്തെ ആളുകൾ ഭയങ്കര ടൂറിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്ന കുറച്ച് സ്വഭാവങ്ങളൊക്കെ കാണും. ബിക്കോസ് കൺവേർഷൻ പോലും നമ്മുടെ റുപ്പി 1.3 നേപ്പാളി കറൻസി ആണെങ്കിൽ അവർ പറയും ഞങ്ങളുടെ ഇവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് അങ്ങനെയല്ല, നേപ്പാൾ അപ്പുറവും അങ്ങനെയല്ല ഇപ്പുറവും ഇങ്ങനെയല്ല. പക്ഷെ ലുംബിനിയിൽ അവർ നമ്മളെ
അവർക്കറിയാം നമ്മൾ എന്തായാലും വാങ്ങിക്കുമെന്ന്. അതുകൊണ്ട് അങ്ങനത്തെ രീതി റെസ്റ്റോറൻറ്റിൽ പോയാലും ഇതെല്ലാം പറയും ഇവിടെ അങ്ങനെ കൺവേർഷൻ സമ്മതിക്കില്ലെന്ന് പറയും. പക്ഷെ അതേസമയം കപിലവസ്തു എന്ന് പറയുന്നത് ശരിക്കും അത് ആർക്കിയോളജിക്കലി ഐഡന്റിഫൈ ചെയ്ത സ്ഥലമാണെങ്കിൽ പോലും ഈ ഒരു പാലസ് ഉണ്ട്, തിലൂരാക്കോട്ടം എന്ന് പറഞ്ഞൊരു പാലസ് ഉണ്ട്. അവിടെയായിരുന്നു ശ്രീ ബുദ്ധന്റെ കൊട്ടാരം നിന്ന സ്ഥലം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോഴും വെറും ഒരു കുടിലാണ്. ആ ഏരിയയിൽ യാതൊരുവിധ ഡെവലപ്മെന്റും വന്നിട്ടില്ല. കാരണം ഇവിടെ ടൂറിസ്റ്റുകാർ വരാൻ താല്പര്യമില്ലാത്ത കാരണം അവിടുത്തെ ടൂറിസവും അവിടുത്തെ ആളുകൾക്കും പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. പക്ഷെ ലുംബിനിയാണെങ്കിൽ കുറെ കൂടെ എല്ലാ രാജ്യത്തെയും ബുദ്ധിസം സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഒത്തിരി ആളുകൾ വരും. അവരുടെ എല്ലാവരെയും മൊണാസ്ട്രിയും സാധനങ്ങളും അവരുടെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ ലുംബിനി പോയത്. സോ കപിലവസ്തു, അത് കഴിഞ്ഞ് ലുംബിനി, അതിൻ്റെ ഇടയിൽ പലരും വിട്ടുപോകുന്ന 2 സ്ഥലങ്ങളും കൂടെ ഞങ്ങൾ കവർ ചെയ്തു. കുഡാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് ശ്രീ ബുദ്ധൻ എൻലൈറ്റഡ് ആയതിനു ശേഷം അച്ഛനെ മീറ്റ് ചെയ്യുന്നത്, അവർ തമ്മിൽ കണ്ടുമുട്ടിയൊരു സ്ഥലമുണ്ട്. പിന്നെ രാംഗ്രാം. ഈ രാംഗ്രാമിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് അദ്ദേഹം സമാധി ആയതിനു ശേഷം ബോഡി ക്രിമേറ്റ് ചെയ്തിട്ട് ആ ആഷസ് 8 ഭാഗിച്ചു. ഈ 7 ഇപ്പോൾ ഇല്ല. ഈ ലാസ്റ്റ് ഒരെണ്ണമുള്ളത് രാമഗ്രാം സ്തൂപ എന്നാണ് പറയുന്നത്. അത് സ്തൂപ എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മളുടെ ഒരു മൊട്ടക്കുന്ന് മാതിരി ഒരു കുന്നുപോലെ വരും. പക്ഷെ അതിൻ്റെ അടിയിലാണ് ഇവരത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. സോ അശോക ചക്രവർത്തി വന്ന സമയത്ത് ഈ ബാക്കി 7 സ്ഥലത്തും പോയിട്ട് അതെല്ലാം പുറത്തെടുത്തിട്ട് അത് കുറേ സ്തൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എല്ലായിടത്തും ഡിവൈഡ് ചെയ്തു എന്നാണ് ഐതിഹ്യം. പക്ഷെ ഈ രാംഗ്രാമിൽ വന്നപ്പോൾ ഇവരാരും സമ്മതിച്ചില്ല, പറ്റില്ല, ഇതിങ്ങനെ വെക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അശോകൻ അവസാനം സമ്മതിച്ചു മടങ്ങി. എന്നാണ് അവിടുത്തെ വിശ്വാസം. സോ ഈ ബുദ്ധൻ്റെ റിലിക്സ് ശരിക്കും ആ 8 പീസസിൽ ഒരെണ്ണം ഇപ്പോഴും അങ്ങനെയുള്ളത് ഈ രാംഗ്രാമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാത്മണ്ഡു ഡയറക്ഷനിലല്ല പോയത്. ഞങ്ങൾ ദേവ്ഘാട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ ദേവ്ഘാട്ടിലാണ് ഈ കാളിഗണ്ഡകി നദി ഉള്ളത്. കാളിഗണ്ഡകി ഫേമസ് ആണ് ബിക്കോസ് അതിൽ ഒത്തിരി ഈ സാളഗ്രാം കിട്ടും. ഈവൻ നമ്മുടെ അയോധ്യ ടെമ്പിൾ നടന്ന സമയത്ത് ഓരോ കൺട്രീസ് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ഇനോഗ്രേഷന് നേപ്പാൾ കൊടുത്തൊരു വലിയ സാളഗ്രാമാണ്. പക്ഷെ ഈ കാളിഗണ്ഡകിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണാം കുറേ കല്ലുകൾ കണ്ട് എന്നും പറഞ്ഞ് ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴയ സാളഗ്രാം ഒന്നും അങ്ങനെ ചുമ്മാ നടന്ന് കിട്ടൂല. അത് നമുക്കറിയാം. എന്നാലും നമുക്ക് ചുമ്മാ നോക്കുമല്ലോ എന്താണ് ഇവിടുത്തെ പെബിൾസ് എങ്ങനെയാണ്, ഇവിടുത്തെ കല്ലുകൾ എങ്ങനെയാണ്. ഞങ്ങളൊക്കെ നോക്കി, അവിടെ നിന്നൊന്നും കണ്ടില്ല. അപ്പോൾ അവിടെ കുറേ സൈഡിൽ ഇങ്ങനെ ഓരോ സ്റ്റോളുണ്ട്. ആ സ്റ്റോളിൽ 500 രൂപയ്ക്ക് സാളഗ്രാം വെക്കും. കാണുമ്പോൾ നമ്മൾ നോക്കിയേ കാളിഗണ്ഡകി, ഓക്കെ, സൈഡിൽ സാളഗ്രാം, ഇത് റിയൽ ആയിരിക്കും. പക്ഷെ ഒന്നുമല്ല, അത് ഹരിദ്വാറിൽ റബ്ബർ സ്റ്റാമ്പിൽ അടിച്ച് കൊണ്ട് നേപ്പാളിലാക്കിയിട്ട് അവിടുത്തെ ടൂറിസ്റ്റുകാർക്ക് വിൽക്കുന്നതാണ്. അപ്പം ഞങ്ങളതൊന്നും വാങ്ങിയില്ല, ഞങ്ങളങ്ങ് പോവുക. പക്ഷേ തിരിച്ച് 4 മണിക്കൂറിൽ എത്തേണ്ട അടുത്ത സ്ഥലത്ത് ഞങ്ങൾ 14 മണിക്കൂർ പെട്ടുപോയി. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന പോലെയാണ് നേപ്പാൾ പല സ്ഥലത്തും ലാൻഡ് സ്ലൈഡ് വരുന്നത്. ഞങ്ങൾ പോയതും ഒരു ലാൻഡ് സ്ലൈഡ് ജസ്റ്റ് മിസ്സാണ്. ഞങ്ങൾ പാസ് ചെയ്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ ബാക്കിൽ ഫുള്ള് ലാൻഡ് സ്ലൈഡ് വന്നു. ഞങ്ങൾ പോകേണ്ട സ്ഥലത്ത് ഫ്രണ്ടിലും വന്നു. അപ്പോൾ അവിടെ JCB ഒക്കെ മലമുകളിൽ സർവ്വസാധാരണ അവർ വരിക, മാറ്റിയിടുക, ട്രാഫിക് പോവുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു യെല്ലോ അലേർട്ട് വന്നെന്ന് പറയുന്നല്ലേ ഉള്ളൂ. ഇന്ന് അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു, ഇന്ന് അപ്പുറത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 14 മണിക്കൂറോളം കാറിൽ സ്റ്റക്കായി. പക്ഷെ ഞങ്ങൾക്ക് ഭക്ഷണം ഒരു പൊതുവേ പ്രശ്നമല്ല. പല യാത്രയിലും ഞങ്ങൾ ചിലപ്പോൾ കഴിക്കാതെ ഒക്കെ പോകും. ചിലപ്പോൾ കപ്പലണ്ടി കഴിച്ച് പോകും, ചിലപ്പോൾ ഒന്നും കഴിക്കില്ല. ചില യാത്രകളിൽ ഞങ്ങൾക്ക് 200 കിലോമീറ്ററോളം വെള്ളം പോലും കിട്ടൂല. അതുകൊണ്ട് ഭക്ഷണം ഞങ്ങൾക്കൊരു വിഷയമല്ല. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ലുംബിനിയിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. അവിടെ നിറയെ മാവിൻ തോട്ടമായിരുന്നു. അന്ന് ഞങ്ങൾ മാവിൻ തോട്ടം കാണാൻ പോയി. അവിടെ ദശേര എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം മാങ്ങയുണ്ട്. ഇന്ത്യയിലും അതുണ്ട്, നേപ്പാളിലും അതുണ്ട്. ഈ മാവെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വന്നു. അതൊരു ഈജിപ്തിലായിരുന്നു. അദ്ദേഹം ഈജിപ്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളൊക്കെ കണ്ടു. പുള്ളിക്ക് ഈ യാത്രേനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ മാങ്ങ വാങ്ങിക്കാനാണ് പോയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല, നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 10 കിലോ വാങ്ങിച്ചിട്ട് പുള്ളി 10 കിലോ, അതുകൂടാതെ ഒരു 5 കിലോ, ഒരു 15 കിലോ മാങ്ങയും തന്നാൽ ഞങ്ങളെ യാത്രയാക്കി. സോ ഇന്ത്യയിൽ ഉള്ളപ്പോഴും ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കിട്ടിയാൽ ഞങ്ങളിങ്ങനെ കൊടുത്തു പോകും. അങ്ങനെ ഞങ്ങൾക്ക് ഈ മാങ്ങയുള്ളത് കാരണം ഞങ്ങൾ മാങ്ങ കഴിച്ച് കാത്മണ്ഡുവിലെത്തിയപ്പോഴാണ് ഇനി അടുത്ത ടേണിംഗ് പോയിന്റ് വരുന്നത്. കാരണം ഡൽഹിയിലെ സത്യപോൾജി തന്ന നമ്പറിൽ എന്നോട് വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നേപ്പാളിലെ ഫൈനാൻസ് മിനിസ്റ്ററാണ് പ്രകാശ് ശരൺ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെയാണ്, പ്രകാശ് ശരൺ മഹൻജിയുടെ നമ്പറാണ്. നമ്മൾ വിചാരിച്ച നമ്മൾ ഫോൺ വിളിച്ചാൽ അദ്ദേഹം നല്ലൊരു ചുമ്മാ ഒന്ന് വിളിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തു നേപ്പാൾ എൻ്റർ ചെയ്ത സമയത്ത്. ഞങ്ങൾ കാത്മണ്ഡുവിലെത്തിയപ്പോൾ ശിവപുരി ബാബ എന്ന് പറഞ്ഞൊരു അവധൂതനുണ്ട്. അദ്ദേഹം ലോകം മുഴുവൻ നടന്നു പോയിട്ട് നേപ്പാളിൽ സമാധിയാണ് അദ്ദേഹത്തിൻ്റെ.
കാഠ്മണ്ഡു എയർപോർട്ടിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ കുന്നുണ്ട്. ആ കുന്നിൻ്റെ മേലെയാണ് അദ്ദേഹത്തിൻ്റെ സമാധി. സോ ഞങ്ങൾ ഈ കുന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഫോണൊന്ന് എടുത്ത് നോക്കി. അപ്പം നോക്കിയപ്പോൾ മിസ് കോൾ. ഞാൻ പറഞ്ഞു, അങ്കിളെ ഒരു മിസ് കോൾ ഉണ്ട്. അപ്പം ആരാ പറഞ്ഞു, ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്നാ. അപ്പോൾ അങ്കിൾ പറഞ്ഞു, വേഗം തിരിച്ചു വിളിക്കേ. അപ്പോൾ ഫോൺ വിളിക്കുകയാണ്, തിരിച്ചു വിളിച്ചു. അപ്പം പ്രൈവറ്റ് സെക്രട്ടറി കിട്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മിനിസ്റ്റർ നിങ്ങളെ കാണാൻ റെഡിയാണ്, നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ഇതാക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സോ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ സംബന്ധിച്ചോളം പ്രകാശ് മാൻ സാറിനെ കാണുന്നത് ഞങ്ങൾക്കൊരു വലിയ അംഗീകാരമാണെങ്കിൽ പോലും ഞങ്ങൾ പറഞ്ഞു, ശിവപുരി ബാബിൻ്റെ ആശ്രമത്തിൽ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുക, ഒരു കുന്ന് കയറുക, ഞങ്ങൾ പോയി ആ ആശ്രമത്തിൽ പോയിട്ട് തിരിച്ചങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ഒന്ന് ചോദിച്ചു, ഒരു മിനിസ്റ്റർ കാണാൻ വിളിക്കുമ്പോൾ ഒരു മിനിറ്റ് മിനിസ്റ്ററോട് നിൽക്കാൻ പറയണം. പക്ഷെ ആ ഒരു രീതിയിലല്ല. എന്തായാലും ഞങ്ങൾ മിനിസ്റ്ററെ കാണാൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ഓക്കെ 3 മണി വരെ അദ്ദേഹം ഉണ്ടാവും, നമുക്ക് കാണാം, മീറ്റ് ചെയ്യാം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര സമയമുള്ളൂ, ഞങ്ങൾ അവിടെ വേഗം വന്ന് എത്തിച്ചേരാം എന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഇതൊരു വലിയ ക്യാമ്പസിലെ ഇതെല്ലാ ഓഫീസും. സോ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, മിനിസ്ട്രി ഓഫ് ഇറിഗേഷൻ, PM-ൻ്റെ ഓഫീസ്, അതെല്ലാം ഒരൊറ്റ ക്യാമ്പസിൽ. ഞങ്ങളങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുവാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കണ്ടു, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ വന്നത് ഇങ്ങനെ നമ്മുടെ മെസ്സേജ് ഓഫ് പീസ്, നമ്മുടെ വേൾഡ് ഇസ് വൺ ഫാമിലി, ഇത് വളരെ ആവശ്യമുള്ളൊരു മെസ്സേജാണ്, ആളുകൾ അത് കൂടുതലെത്തട്ടെ, നിങ്ങൾ വന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്, എനിക്ക് ചെറിയൊരു സഹായം ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു നേപ്പാളി കറൻസി 1 ലക്ഷം രൂപ തരാൻ പോവാം. അപ്പം ഞങ്ങൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പേർപ്പസ് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല, ഞങ്ങൾ പൈസ ഒന്നും അങ്ങനെയൊന്നും വേണ്ട ഞങ്ങൾക്ക്, ഇല്ല ഇതെൻ്റെ ഒരു ഗിഫ്റ്റാണ്, നിങ്ങൾക്ക് നേപ്പാളിൽ നിൽക്കണമെങ്കിൽ ഈ പൈസ വേണ്ടി വരും, ഇത് വെച്ചോളൂ. അങ്ങനെ അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ വാങ്ങി. എന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു ഇനി അദ്ദേഹത്തിന് യാതൊരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന്. നമ്മൾ കാഠ്മണ്ഡുവിൽ നിൽക്കുമ്പോൾ മിലരേബ എന്ന് പറഞ്ഞ ഒരു ടിബറ്റൻ സെയിൻ്റ് ഉണ്ട്. അദ്ദേഹം ഒരു അവധൂതനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷേ ഈ മിലരേബയുടെ പല സ്ഥലങ്ങളും ഇപ്പോൾ ടിബറ്റിൻ്റെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ചൈനയുടെ അല്ലെങ്കിൽ ഭൂട്ടാനിൽ തന്നെ എല്ലാം മലയുടെ മണ്ടയിൽ നമുക്ക് എളുപ്പം പോയി ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരെണ്ണം കുറച്ച് ലോവർ പ്ലെയിനിൽ ഉണ്ട്. അത് നേപ്പാൾ ടിബറ്റ് ബോർഡറിൻ്റെ ആയിട്ടൊരു സ്ഥലത്തുണ്ട്. ഹെലംബോ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഹെലംബോ എന്ന് പറയുന്നത് ഒരു കാഠ്മണ്ഡു നിന്ന് നല്ല ദൂരമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ ജേർണി നമ്മുടെ കാറിൽ പോകാൻ കഴിയില്ല. കാരണം ഒരു വലിയ ഡിസാസ്റ്ററിന് ശേഷം ആ ഏരിയ മുഴുവൻ അവിടുത്തെ ബിൽഡിങ്സും എല്ലാം പുഴയും കടന്ന് മുഴുവൻ ഉരുളങ്കല്ല. അവിടുത്തെ ഞങ്ങൾ ചെല്ലുന്ന ദിവസം അവിടുത്തെ പ്രധാനമന്ത്രി അവരുടെ ടീമുമായിട്ട് എങ്ങനെ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുമെന്നും ഡിസാസ്റ്റർ ഇവാലുവേഷൻ നടക്കുന്നേ ഉള്ളൂ. ഡിസാസ്റ്റർ നടന്നിട്ട് കുറേ നാളായി, പക്ഷെ ഇതുവരെ അത് അവിടെ നിന്ന് ശരിയായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന മാക്സിമം ദൂരം ഞങ്ങൾ ഹെലംബൂലേക്ക് ആ ഡയറക്ഷനിൽ പോവുക. ഈ പോകുന്ന ഡയറക്ഷനിലും പകുതി സ്ഥലങ്ങളിൽ റോഡില്ല, ചെളിയായിട്ട് കുഴിഞ്ഞു കിടക്കുക. ഞങ്ങളുടെ വണ്ടി തന്നെ തെന്നി ഒരു സ്ഥലത്ത് വെച്ച് ഒരു ടയർ എയർ കൂടെയൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് പോയിന്റ് വരെ എത്താൻ പറ്റുമെന്ന് തന്നെ ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചു. അവസാനം ഈ ജീപ്പ് കിടക്കുന്ന സ്ഥലത്തെത്തി. ഈ ഹെലംബൂയിലേക്കുള്ള ഡയറക്ഷനിലോട്ട് പോവുക. അങ്ങനെ റോഡല്ല, ഉരുളങ്കല്ല് മാത്രം, വലിയ ഉരുളങ്കല്ല് ചെറിയ ഉരുളങ്കല്ല്, അത്രേ ഉള്ളൂ വ്യത്യാസം. അത് അതിൻ്റെ ഇടയിൽ കുറേ വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ അരുവികൾ എന്ന് വേണേൽ പറയാം, അങ്ങനത്തെ കുറേ അരുവികൾ. പിന്നെ ഇടയ്ക്കൊരു പാലം വരും. പാലം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് വെക്കുന്ന കമ്പിയില്ലേ, അങ്ങനത്തെ കുറേ കമ്പി കഷ്ണങ്ങൾ നിരത്തി വെച്ചിരിക്കുക. അങ്ങനത്തെ 2 കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ പുറത്തൂടെ ഈ ജീപ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. പിന്നെ ഞങ്ങൾ ലോക്കൽ ആളുകളോട് ചോദിക്കും, മിലരേബയുടെ ഗുഹ എവിടെയാണ്, മിലരേബയുടെ സ്ഥലം എവിടെയാണ്? അപ്പോൾ അവർ പറയും, ഈ മല കടക്കണോ, ആ മല കടക്കണോ. അങ്ങനെ ഓരോരോ മല കടക്കുകയാണ്. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റോഡ് പണി വന്നു. അതിൽ രസം എന്ന് വെച്ചാൽ ചരൽ പോലത്തെ ഇങ്ങനെ മണ്ണ് ഇറക്കി ഇങ്ങനെ കൂന പോലെ ഇട്ടിരിക്കും. അപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പം അവരെന്ത് ചെയ്തു, അതിൻ്റെ ആ കൂർത്ത ഭാഗം അങ്ങ് പരത്തി, കയറിപ്പൊക്കോ. എന്നിട്ട് ഞങ്ങൾ ചരലിൻ്റെ പുറത്തൂടെ വണ്ടി ഓടിച്ചു പോവാ. പിന്നെ ഒരു JCB താഴത്തോട്ട് കുഴിയിലോട്ട് ഇറങ്ങിത്തരും. ഒരു വണ്ടി കടക്കാനുള്ള വഴിയേ ഉള്ളൂ. അങ്ങനെ ഈ എല്ലാ റിസ്ക്കും കഴിഞ്ഞു ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ കുന്നെത്തി. ഹെലംബോ ഇനി ഇച്ചിരി അങ്ങോട്ടേ നമുക്ക് ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന മലനിര ടിബറ്റ് തന്നെ ആവുള്ളൂ. അവിടെ നിന്ന് പിന്നെ ഇറങ്ങി കുറച്ച് നടക്കണം. അവിടെ 2-3 വീടുകൾ മാത്രമേ ഉള്ളൂ, ഒരു ഡിസ്റ്റന്റ് വില്ലേജാണ്. അവിടുത്തെ വീടിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ നടന്നു. ഒരു ബുദ്ധ സന്യാസിയെ കണ്ടു. അവിടെ ഒരു റിനോവേഷൻ നടക്കുക. മൊണാസ്ട്രി
പണിതുകൊണ്ടിരിക്കുക, പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് പണി നടക്കുക. അപ്പോൾ അവർ പറഞ്ഞു യഥാർത്ഥ മിലരേബ ഇരുന്ന കേവ് എന്ന് പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന ഹൈറ്റിന് താഴത്തോട്ട് ഇറങ്ങിപ്പോകണം. അവിടെയും പണി നടക്കുന്നുണ്ട്. ആ പോകുന്ന വഴിയെല്ലാം ഇച്ചിരി തെന്നിയ വീണ അങ്ങനത്തെ ഉള്ള രീതിയിൽ ഇച്ചിരി റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇവിടെ വരെ വന്നതിൽ നമുക്ക് മിലരേബയുടെ ഗുഹയിൽ പോയി ഒരു തീർത്ത ജല മിലരേബ കുടിച്ചിരുന്ന വെള്ളം ഇപ്പോഴും അവിടെ ഉണ്ട് ആ കേവിനകത്ത്. ആ സോഴ്സ് ഇപ്പോഴും ആക്റ്റീവാണ്. ഞങ്ങൾ ഇറങ്ങി, ആ ഇറക്കം അത്ര ഇറങ്ങി, ആ കഷ്ടപ്പെട്ടു ഒരു ഫുൾ ഡേയിൽ പരിപാടിയാണ്. പക്ഷെ അതൊരു വലിയൊരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ്. ബിക്കോസ് മിലരേബയുടെ ആദ്യത്തെ ഗുഹ ഞങ്ങൾ പോയത് നേപ്പാളിൽ തന്നെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ജനക്പൂരിൽ പോയി. ജനക്പൂർ എന്ന് പറയുന്നത് സീതാദേവിയുടെ പാലസ് ഉണ്ടായിരുന്ന ഇടമാണ്. ഈ സീതാദേവിയുടെ അച്ഛൻ ജനക രാജാവ് നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന അവധൂത സങ്കല്പത്തിലുള്ള ഒരു രാജാവാണ്. സോ ജനക്പൂരിൽ കവർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേപ്പാൾ എക്സിറ്റ് ചെയ്തു.